എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ റോസ്റ്റഡ് ചിക്കൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുൾ ചിക്കൻ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനിൽ പുരട്ടാനായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് മുളക് പൊടിയാണ്. പാപ്രിക്ക എടുത്താലും മതി, അതായത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഈ ചിക്കന് മൊത്തത്തിൽ എടുക്കുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അത് വൈറ്റ് പെപ്പർ പൗഡറാണ്. അപ്പോൾ 1/2 ടീസ്പൂണിൻ്റെ 3 സ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ഇനി നമ്മളിതിലേക്ക് ഉള്ളിപ്പൊടി, അതായത് അണിയൻ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ അണിയൻ പൗഡർ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ളൊരു റോസ്റ്റഡ് ചിക്കനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒണിയൻ പൗഡറും അതുപോലെ തന്നെ വെളുത്തുള്ളി പൊടിയൊക്കെ ചേർക്കുന്നത്. നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളി പൊടിയാണ്. അത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി നമ്മൾ ഹെർബായിട്ട് റോസ്മേരിയാണ് ചേർക്കുന്നത്. റോസ്മേരി നമ്മൾ 1 ടീസ്പൂൺ റോസ്മേരി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ഉപ്പ് ഈ ഒരു ചിക്കന് വേണ്ടിയിട്ട് കറക്റ്റാണ്. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതാണ് നമ്മളുടെ മസാലപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് 1 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു വലിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. തൊലി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വെളുത്തുള്ളി ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി അതുപോലെ തന്നെ ഈ നാരങ്ങയും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. നാരങ്ങയിൽ ചെറിയൊരു കേട് ഭാഗം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നാരങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പകുതി നാരങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ഫുൾ ചിക്കൻ സ്കിന്നോടുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ വരുന്ന വെള്ളം ഒരു കിച്ചൺ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക. ഒട്ടും തന്നെ വെള്ളം കാണരുത്. നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും കുറച്ചെടുത്ത് ചിക്കൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അകത്തേക്കൊക്കെ മസാലയും ഉപ്പുമൊക്കെ ചേരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചിക്കൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ ലെമണും ഫില്ല് ചെയ്യുക. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ്റെ ഫ്ലഷ് നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലെമണും ഗാർലിക്കും അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. ബാക്കി വന്ന മസാല എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തേക്കും പൊടിയൊന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് ബട്ടർ ഒന്ന് കൈവച്ചിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് ലിക്വിഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബട്ടർ എടുത്തിട്ട് ഒന്ന് ഉരുക്കിയിട്ട് കൈവച്ചിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ബട്ടർ തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ തേച്ച് കൊടുത്ത പൊടി ഒന്ന് ലൂസായിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കവർ ചെയ്യും. നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന സമയം നമ്മുടെ അവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്കിത് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ബട്ടർ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാല് രണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് കെട്ടി വെക്കണം. കെട്ടി വെക്കാനായിട്ട് ഇതുപോലെ നമുക്ക് കിച്ചൺ ട്വൈൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഡെൻ്റൽ ഫ്ലോസ് വെച്ചിട്ടും കെട്ടാം. അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഡെൻ്റൽ ഫ്ലോസ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാം. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ എടുക്കുന്നുണ്ട്. അപ്പം താഴെ വന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പാനും അതുപോലെ മുകളിലൊരു ഗ്രില്ലും കൂടെ വന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ സ്വീഡനിൽ നിന്ന് തന്നെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ക്യാരറ്റോ ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കി വന്ന പൊടിയിൽ നിന്നും ഒരു 1-2 ടീസ്പൂൺ നമ്മളതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ ചിക്കനിൽ നിന്നുള്ള ആ ഒരു ഓയിലൊക്കെ താഴെ ഇറങ്ങിയിട്ട് നല്ലതായിട്ടിത് നല്ല ടേസ്റ്റാണ് ഈ ഉരുളക്കിഴങ്ങ് കഴിക്കാനായിട്ട്. മുകളിലായിട്ട് ഗ്രില്ലും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. സാധാരണ ഗ്രില്ലിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാത്രങ്ങളിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്താലും മതി. ഒരു സ്ക്യൂവർ വെച്ചിട്ട് നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് നമ്മൾ ഈ
ട്രേ വെച്ച് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ 200 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിത് ബേക്ക് ചെയ്യാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എടുത്ത് നോക്കിയിട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അരമണിക്കൂർ മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം ഒരു 1/4 പരുവം വേവായിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ കിടക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് ഇട്ടാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളത് മാറ്റിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ പച്ചക്കറികൾ ഇതിലേക്ക് ചേർക്കാം. നമ്മളിത് മാറ്റിയെടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട്. തൊലിയോട് കൂടി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇവിടെ നന്നായിട്ട് ഗ്രില്ലായി, 2 സൈഡും നല്ലതായിട്ട് ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. താഴെ കിടക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോയും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ സോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വേവിച്ച സ്വീറ്റ് പൊട്ടാറ്റോയും എല്ലാം കൂടി ഇതിൻ്റെ സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് മുളകൊക്കെ നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് ഒരുപാട് എരിവില്ലാതെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു റോസ്റ്റഡ് ചിക്കനാണ്. ഈ ചിക്കൻ വന്നിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ്. നമ്മളിതിൻ്റെ ഉള്ളിലായിട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ നാരങ്ങയും വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ന്യൂ ഇയർ ഈവിനും ക്രിസ്മസ് ഡിന്നറിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്